പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എവർക്കും വീണ്ടും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടി കർത്താവിന്റെ സന്നിധിയിൽ നമുക്കൊരുമിച്ച് കൂടി വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു തുടങ്ങിയത് ദൈവത്തിന്റെ ഗുണസവിശേഷതകൾ എന്ന വിഷയമാണ്. ദൈവത്തിന്റെ ഗുണസവിശേഷതകൾ മൂന്നായിട്ട് തിരിച്ച് പഠിക്കാം. ദൈവത്തിന് മാത്രമുള്ള ഗുണസവിശേഷതകളെ ദിവ്യത്വ ഗുണങ്ങളെന്നും, ദൈവം മനുഷ്യനുമായി പങ്കുവച്ചിരിക്കുന്ന ഗുണങ്ങളെ ധാർമ്മിക ഗുണങ്ങളെന്നും, ദൈവത്തിന്റെ ആളത്വത്തോട് ബന്ധപ്പെട്ടതിനെ ആളത്വ ഗുണങ്ങളെന്നും വിശേഷിപ്പിക്കാമെന്ന് നമ്മൾ പഠിച്ചു. അതിൽ ദിവ്യത്വ ഗുണങ്ങൾ, അതിലെ 4 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്ന്, ദൈവം സൃഷ്ടാവാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നും സകലത്തെയും സൃഷ്ടിച്ചത് ദൈവമാണ്. നമുക്ക് ഉള്ള എന്തെങ്കിലും ഒരു സാധനമൊക്കെ എടുത്ത് വേറൊരു സാധനമാക്കി മാറ്റാൻ കഴിയും എന്നുള്ളതല്ലാതെ ഇല്ലാത്ത ഒന്നിനെ സൃഷ്ടിച്ചെടുക്കുവാൻ നമുക്ക് കഴിയുകയില്ല. അത് ദൈവത്തിന് മാത്രം കഴിയുന്ന കാര്യമാണ് എന്ന് നമ്മൾ ചിന്തിച്ചു. 2, സർവശക്തനായ ദൈവം. ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യവുമില്ല എന്നുള്ളത് നമ്മൾ പഠിച്ചു. 3, സർവജ്ഞാനിയായ ദൈവം. ദൈവത്തിന്റെ കണ്ണിൽ മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല എന്ന്. ദൈവം സകലതും അറിയുന്നു. ഓരോ മനുഷ്യന്റെ ഹൃദയത്തെ അറിയുന്നു. ഓരോ ജീവജാലങ്ങളെയും ദൈവം അറിയുന്നു. സകലത്തെയും ദൈവം അറിയുന്നു. ലോകത്തിന്റെ, പ്രപഞ്ചത്തിന്റെ എവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടോ അത് മുഴുവനും അറിയുന്നവനാണ് സർവജ്ഞാനിയായ ദൈവമെന്ന് നമ്മൾ പഠിച്ചു. 4, സർവവ്യാപിയായ ദൈവം. ദൈവത്തിന്റെ ദിവ്യത്വ ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. സർവവ്യാപിയായ ദൈവം, ഒരേ സമയം എല്ലായിടത്തും ആയിരിക്കാൻ കഴിയുന്ന അവസ്ഥയുള്ള ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് ദൈവമാണ്. ദൈവം പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. പ്രൈസ് ദി ലോർഡ്. തുടർന്നുള്ള 5 കാര്യങ്ങൾ കൂടി നമുക്ക് ഇന്ന് പഠിക്കാം. കർത്താവ് അതിനായി നമ്മെ സഹായിക്കുമാറാകട്ടെ. നിങ്ങളേവരും കർത്താവിൽ സന്തോഷത്തോടെ ആയിരിക്കുന്നു എന്ന് വിശ്വസിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 5ാമത്തെ കാര്യമാണ് രക്ഷിതാവായ ദൈവം. ദൈവം നമ്മുടെ രക്ഷിതാവാണ്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 2-ാം വാക്യം, എന്റെ ബലവും എന്റെ ഗീതവും യഹോവയത്രേ, അവൻ എനിക്ക് രക്ഷയായി തീർന്നു. അവൻ എൻ്റെ ദൈവം, ഞാൻ അവനെ സ്തുതിക്കും. അവൻ എൻ്റെ പിതാവിൻ ദൈവം, ഞാൻ അവനെ പുകഴ്ത്തും. പുറപ്പാട് 15:2 പറയും, എന്റെ ബലവും എന്റെ ഗീതവും യഹോവയത്രേ, അവൻ എനിക്ക് രക്ഷയായി തീർന്നു. അവനെനിക്ക് രക്ഷയായി തീർന്നു. അപ്പോൾ രക്ഷിതാവായ ദൈവം. നമുക്കും അങ്ങനെ എന്ന് പറയാമോ? നമ്മുടെ ജീവിതത്തിൽ കർത്താവേ, നീയാണ് എൻ്റെ ബലം. എൻ്റെ ആരോഗ്യമല്ല, എൻ്റെ പണമല്ല, എൻ്റെ പാരമ്പര്യമല്ല, എൻ്റെ ബന്ധുബലമല്ല. എൻ്റെ ബലം നീയാണ്. എൻ്റെ ഗീതം നീയാണ്. എൻ്റെ പാട്ട് നീയാണ്. എൻ്റെ സന്തോഷം നീയാണ്. നീയാണ് എൻ്റെ രക്ഷ. നീയാണ് എൻ്റെ ദൈവം. ഞാൻ നിന്നെ സ്തുതിക്കും. അങ്ങനെ നമുക്കും ദൈവത്തെ സ്തുതിക്കാം, നമുക്കും ദൈവത്തെ പുകഴ്ത്താം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 11-ാം വാക്യം, നമ്മുടെ ദൈവം പറയും, ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല. ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല. അപ്പോസ്തലൻ 4:12 പറയുന്നു, ആകാശത്തിന് കീഴിൽ മനുഷ്യരിടയിൽ രക്ഷിക്കപ്പെടുവാൻ യേശു എന്ന നാമമല്ലാതെ വേറെ ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 45:21 നമ്മൾ വരുമ്പോൾ, നിങ്ങൾ പ്രസ്താവിച്ച് കാണിച്ചു തരുവീൻ, അവർ കൂടിയാലോചിക്കട്ടെ. പുരാതനമേ ഇത് കേൾപ്പിക്കുകയും പണ്ട് തന്നെ ഇത് പ്രസ്താവിക്കുകയും ചെയ്തവനാർ? യഹോവയായ ഞാനല്ലയോ? ഞാനല്ലാതെ വേറൊരു ദൈവമില്ല. ഞാനല്ലാതെ നീതിമാനായൊരു ദൈവവും രക്ഷിതാവും ഇല്ല. സകല ഭൂസീമാവാസികളും ആയുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ.
ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ലല്ലോ. അപ്പം ഞാനല്ലാതെ നീതിമാനൊരു ദൈവവും രക്ഷിതാവുമില്ല എന്ന് ദൈവം കർക്കശമായിട്ട് പറയുക. അപ്പോൾ രക്ഷപ്പെടണം എന്ത് ചെയ്തോണം? സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ. ദൈവത്തിലേക്ക് തിരിഞ്ഞ് രക്ഷ പ്രാപിക്കുവിൻ. ദൈവത്തിലേക്ക് തിരിയാതെ നമുക്ക് ജീവിതത്തിൽ രക്ഷയില്ല എന്നുള്ളത് കൃത്യമാണല്ലോ. തീത്തോസ് ലേഖനം 1-1 ആണ് പറയുന്നു, നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം എന്നെ ഫലമേൽപ്പിച്ച പ്രസംഗത്താൽ നമ്മുടെ രക്ഷിതാവായ ദൈവം. ലൂക്കോസ് 1:47 ആ മറിയം പാടുന്ന പാട്ട്, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. എൻ്റെ ആത്മാവിൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അപ്പം മറിയത്തിനും ഒരു രക്ഷിതാവുണ്ട്. എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. ഹല്ലേലൂയ. യെശയ്യാപ്രവചനം 49:26 അവിടെ നമ്മൾ കാണുകയാണ്, നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ അവരെ സ്വന്തം മാംസം തീറ്റും, വീഞ്ഞു പോലെ സ്വന്തം രക്തം കുടിച്ചവർക്ക് ലഹരി പിടിക്കും. യഹോവയായ ഞാൻ നിന്റെ രക്ഷിതാവും യാക്കോബിന്റെ പേര് നിന്റെ വീണ്ടെടുപ്പുകാരനുമാകുന്നു എന്ന് സകല ജഡവും അറിയും. യഹോവയായ ഞാൻ നിന്റെ രക്ഷിതാവ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യാം. 1 തിമോഥെയോസ് ലേഖനം 1:15 ക്രിസ്തുയേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസിയും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയും. അപ്പോൾ ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസിയും ഏവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. നമ്മുടെ കാര്യവും അങ്ങനെ തന്നെയല്ലേ? ക്രിസ്തുയേശു പാപികളെ രക്ഷിക്കുവാനായിട്ട് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നതുകൊണ്ടല്ലേ ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ട് ദൈവവൈതലായി ഇന്ന് ജീവിക്കുന്നത്. അതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യണ്ടേ? അത് വിശ്വാസിയും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. വേറെ ഉള്ള കർത്താവിനെ കുറിച്ചുള്ള വിശേഷണങ്ങളൊന്നും നമുക്ക് പലർക്കും പല രീതിയിലായിരിക്കും. എന്നാൽ ചിലർ രക്ഷിക്കപ്പെടുന്നത് ഒരു രോഗസൗഖ്യം കൊണ്ടായിരിക്കാം, ചിലർ രക്ഷിക്കപ്പെടുന്നത് അവരുടെ ജീവിതത്തിലെ ഒരു വലിയ പ്രതിസന്ധിയിൽ കർത്താവ് വിടുവിച്ചത് കൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ പല വിധത്തിൽ ദൈവം പലരോട് ഇടപെട്ടിട്ടാണ് നമ്മളൊക്കെ ആ ദൈവശക്തിയെ തിരിച്ചറിയുവാൻ ഇടയായിത്തീർന്നത്, അല്ലെങ്കിൽ രക്ഷയിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീർന്നത്. മുഴുവൻ ലോകത്തിലെ മുഴുവൻ മനുഷ്യരും വിശ്വസിക്കാൻ യോഗ്യമായ വചനം എന്ന് പറയുക ക്രിസ്തുയേശു പാപികളെ രക്ഷിക്കാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യമായ വചനം. കാരണം എന്താ? എല്ലാ മനുഷ്യരും പാപികളാണ്. എല്ലാ മനുഷ്യരും, പാപമില്ലാത്ത ഒരു മനുഷ്യനുമില്ല. എല്ലാ മനുഷ്യരും പാപികളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരും അംഗീകരിക്കാൻ യോഗ്യമായ വചനമാണ് ക്രിസ്തുയേശു പാപികളെ രക്ഷിക്കാൻ ലോകത്തിൽ വന്നു എന്നുള്ളത്. ലോകപ്രകാരം നടന്നിരുന്ന, പാപത്തിൽ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം നമ്മുടെയൊക്കെ പലരെയും ജീവിതത്തിൽ പലപ്പോഴും എത്രയോ കാലങ്ങളോളം ഉണ്ടായിരുന്നു. എന്നാൽ ആ എന്നെയും ആ നിങ്ങളെയും രക്ഷിക്കുവാൻ ക്രിസ്തുവിന് കൃപ തോന്നിയതുകൊണ്ട് നമ്മൾ ഇന്ന് ദൈവമക്കളെന്നുള്ള പദവിയിൽ സന്തോഷത്തോടെ, പാപം മോചിച്ച വലിയ സന്തോഷത്തോടെ ജീവിക്കുവാൻ നമുക്ക് ഇടയാകുന്നല്ലോ. നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ആറാമത്തെ കാര്യം, ദൈവം നിത്യനാണ്. നിത്യനായ ദൈവം, ആരംഭവും അവസാനവും ഇല്ലാത്ത ദൈവം. നിനക്കറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം. യഹോവ നിത്യദൈവം. ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നുമില്ല. അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 40-28 നിനക്കറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം. ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നുമില്ല. ആ ദൈവം ക്ഷീണിക്കുന്നില്ല, പകരം എന്ത് ചെയ്യുന്നു?
അടുത്ത വാക്യത്തിൽ പറയുന്നു, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു. ദൈവം ക്ഷീണിക്കുന്നില്ല, അവൻ ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ശക്തി നൽകുന്ന ദൈവമാണ്. ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. ക്ഷീണിച്ച അവസ്ഥയാണോ, തളർന്നിരിക്കുന്ന അവസ്ഥയാണോ, ബലം വർദ്ധിപ്പിച്ചു തരുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഏത് വിഷയത്തിലാണോ തളർന്നിരിക്കുന്നത്, ക്ഷീണിച്ചിരിക്കുന്നത്, അവിടെ നമ്മളെ വിടുവിക്കുവാൻ മതിയായവനായ ദൈവത്തിൻ്റെ കരം ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. പ്രിയരെ, ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക. റോമാലേഖനം 16-ാം അധ്യായം 24-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിന്റെ വെളിപ്പാടിനനുസരണമായുള്ള എന്റെ സുവിശേഷത്തിനും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം എന്ന് പറഞ്ഞ ആ വചനം അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം, നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം. അപ്പൊ ദൈവം എന്താണ്? ദൈവം നിത്യനാണ്, സകല കാലത്തിലും മുമ്പേയുള്ളവനാണ്. ഹല്ലേലൂയ. കാലം ഇല്ലാതിരുന്നൊരു കാലം ഉണ്ടായിരുന്നു, കാലം ഇല്ലാതാകുന്ന ഒരു കാലവും ഇനി ഉണ്ടാകും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുക. അപ്പോൾ ഈ സകല കാലത്തിലും മുമ്പേ ഉള്ളവൻ നിത്യനായ ദൈവം. 1 തിമോഥെയോസ് ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം പറയുന്നു, നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏകദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും. ആമേൻ. നിത്യരാജാവ്, അക്ഷയൻ, അദൃശ്യൻ, ആ ദൈവം നിത്യനാണ് എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുക. ദൈവം ഉണ്ടായവനല്ല, ദൈവത്തെ ആരെങ്കിലും ഉണ്ടാക്കിയതല്ല, ദൈവം ഉള്ളവനാണ്. ദൈവമില്ലാതിരുന്ന ഒരു കാലവുമില്ല. ദൈവം മാറ്റമില്ലാത്തവനാണ്. കാലം ദൈവത്തിന്റെ പ്രവൃത്തിക്കോ അല്ലെങ്കിൽ ശക്തിക്കോ ഒരു മാറ്റവും വരുത്തുന്നില്ല. ആദ്യം ദൈവം എന്ന് പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ ആരംഭിക്കുന്നത്. പൂർവ്വകാല നിത്യതയിലും ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യെശയ്യാപ്രവാചനം 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അപ്പോൾ യേശു നിത്യനാണ്, യേശു നിത്യനാണ്. മീഖാ പ്രവചനം 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ, നീയോ ബത്ലഹേം എഫ്രാത്തേ, നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ. ഹല്ലേലൂയ. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് ദൈവം പറയുകയാണ്. ദൈവത്തിന്റെ നിത്യ അസ്തിത്വം വെളിപ്പെടുത്തുന്നു. ഞാനാകുന്നവൻ ഞാനാകുന്നു. ഞാൻ ആയിരുന്നവൻ ഞാനാകുന്നു എന്നല്ല, ഞാൻ ആകും അപ്പോൾ അത് ഞാനാകും എന്നല്ല, ഞാനാകുന്നവൻ ഞാനാകുന്നു. ഞാൻ പണ്ടുമുതലേ ഉള്ളവൻ, നിത്യൻ എന്ന് ദൈവം നമ്മളെ അറിയിക്കുക. പ്രൈസ് ദി ലോർഡ്. അടുത്തത് ജീവനുള്ള ദൈവം. അപ്പം ദൈവത്തിന് മാത്രമാണ് ജീവനുള്ളൂ. ജീവനുള്ളതുകൊണ്ടല്ലേ നമ്മളിപ്പോൾ ഇത് പറയുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് ചിന്തിച്ചേക്കാം. എന്നാൽ ദൈവത്തിൻ്റെ തിരുവചനം പല ഭാഗങ്ങളായി, ഏകദേശം 30ഓളം ഭാഗങ്ങളിൽ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ കാണാൻ കഴിയും. ആവർത്തന പുസ്തകം 5:26, യോശുവ 3:10, 1 ശമൂവേൽ 17:26, 2 രാജാക്കന്മാർ 19:4, 16 വാക്യങ്ങൾ, സങ്കീർത്തനം 42:2, 84:2, യിരെമ്യാവ് 10:10, 23:36, ദാനിയേൽ 6:20, 26, അങ്ങനെ 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 അനേക സ്ഥലങ്ങളിൽ ദൈവത്തിന് വചനം എഴുതിയിരിക്കുക.
ദൈവം ജീവനുള്ളവനാണ്. എന്ന് പറഞ്ഞാൽ നമുക്കുള്ള ജീവൻ പോലെയുള്ള ജീവനല്ല. നമ്മുടെ ജീവൻ പൊലിഞ്ഞു പോകുന്ന ജീവനാണ്. നമുക്ക് ജീവൻ നൽകപ്പെട്ടതാണ്. എന്നാൽ ദൈവത്തിന് ജീവൻ നൽകപ്പെട്ടതല്ല, ദൈവത്തിന് ജീവൻ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 4 കർത്താവിനെ കുറിച്ച് പറയുക, അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അപ്പോൾ ജീവൻ എവിടുന്നെങ്കിലും ദൈവത്തിന് ലഭിച്ചതല്ല, ദൈവത്തിന് ജീവൻ ഉണ്ടായിരുന്നു. നമുക്കൊക്കെ ജീവൻ ലഭിച്ചതാണ്. നമ്മുടെ ഈ ജീവൻ പോവുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന് ജീവൻ ഉണ്ടായിരുന്നു. ദൈവത്തിൽ തന്നെ ജീവൻ ഉണ്ടായിരുന്നു. ദൈവത്തിന് ജീവൻ ലഭിച്ചതല്ല. മരണം ഇല്ലാത്തവനാണ് ദൈവം. യിരെമ്യാവ് 10:10 നമ്മൾ കാണുന്നു, യഹോവയോ സത്യദൈവം, അവൻ ജീവനുള്ള ദൈവവും ശാശ്വത രാജാവും തന്നെ. അവന്റെ ക്രോധത്താൽ ഭൂമി നടുങ്ങുന്നു, ജാതികൾക്ക് അവന്റെ ഉഗ്രകോപം സഹിപ്പാൻ കഴിയത്തുമില്ല. യഹോവയോ സത്യദൈവം, അവൻ ജീവനുള്ള ദൈവവും ശാശ്വത രാജാവും അത്രേ. അപ്പോൾ അവൻ ജീവനുള്ള ദൈവമാണ്. ജീവനില്ലാത്ത ദൈവം എന്ന് പേരുള്ള പലതിനെയും നമ്മൾ കാണുന്നുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് എടുത്ത് അടുത്ത സ്ഥലത്ത് കൊണ്ടേ ഇരുത്തിയാലേ ഇരിക്കത്തുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ സർവവ്യാപിയായ, സർവശക്തനായ, സർവജ്ഞാനിയായ നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. നമ്മൾ പ്രാർത്ഥന കേട്ട് നമ്മൾ ഇരിക്കുന്നിടത്ത് ഇറങ്ങി വരുന്ന ദൈവമാണ്. പ്രവർത്തിക്കുന്ന കരങ്ങളുള്ള ദൈവമാണ്. കേൾക്കുന്ന ചെവികളുള്ള ദൈവമാണ്. ഹല്ലേലൂയ. നമ്മളെ വിടുവിക്കാൻ ശക്തിയുള്ള ദൈവമാണ്. ജീവനുള്ള ദൈവമാണ്. ജീവനുള്ള ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. നമുക്ക് പെട്ടെന്ന് അടുത്ത കാര്യം ചിന്തിക്കാം. ദൈവം മാറ്റമില്ലാത്തവനാണ്, അഥവാ മാറ്റമില്ലാത്ത ദൈവം. ദൈവത്തിന് കാലത്തിനോ സമയത്തിനോ അനുസൃതമായിട്ട് യാതൊരു മാറ്റവുമില്ല എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുക. എബ്രായ ലേഖനം 13:8 നമ്മൾ കാണുന്നു, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 48-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, യാക്കോബേ, ഞാൻ വിളിച്ചിരിക്കുന്ന ഇസ്രായേലേ, എന്റെ വാക്ക് കേൾക്ക. ഞാൻ അനന്യൻ, ഞാൻ ആദ്യനും ഞാൻ അന്ത്യനും ആകുന്നു. ഹല്ലേലൂയ. വിവിധ കാലഘട്ടത്തിൽ മനുഷ്യനോടുള്ള ദൈവത്തിന്റെ ഇടപെടലുകൾ വ്യത്യസ്തമായിരുന്നു എന്നുള്ളത് നമുക്ക് വചനത്തിൽ കാണാം. അത് ദൈവത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടായിട്ടല്ല, അത് മാനുഷികമായ പരിമിതികൾ മനുഷ്യനുള്ളതുകൊണ്ട് മനുഷ്യനോട് അവന്റെ സാഹചര്യങ്ങൾക്ക് കാലങ്ങൾക്കനുസരിച്ച് ദൈവം ഇടപെട്ടുകൊണ്ടിരുന്നു എന്നത് മാത്രമാണ്. ഹല്ലേലൂയ. സത്യ ദൈവം അടുത്ത കാര്യമാണ്. സത്യമായ ദൈവം. യിരെമ്യാവ് 10:10 നമ്മൾ കാണുന്നു, യഹോവയോ സത്യദൈവം. യഹോവയോ സത്യദൈവം, അവൻ ജീവനുള്ള ദൈവവും ശാശ്വത രാജാവും തന്നെ. ദൈവം സത്യമുള്ള ദൈവമാണ്. ദൈവം സത്യമാണ്. യോഹന്നാൻ 5:20 നമ്മൾ കാണുന്നു, ദൈവപുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിയാൻ നമുക്ക് വിവേകം തന്നുവെന്നും നാം അറിയുന്നു. അപ്പൊ ദൈവപുത്രൻ വന്നിട്ട് ഈ സത്യദൈവത്തെ അറിയുവാനുള്ള വിവേകം നമുക്ക് തന്നു. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെയാകുന്നു. അവൻ സത്യദൈവവും നിത്യ ജീവനും ആകുന്നു. യേശു ആരാണ്? യേശു സത്യദൈവവും നിത്യ ജീവനുമാകുന്നു. ദൈവപുത്രൻ വന്ന് സത്യദൈവത്തെ അറിയാൻ നമുക്ക് വിവേകം തന്നുവെന്ന് ആദ്യത്തെ ഭാഗം പറയുമ്പോൾ രണ്ടാം ഭാഗത്തിൽ പറയുന്നു, അവൻ സത്യദൈവവും നിത്യ ജീവനും ആകുന്നു. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യത്തിൽ, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങൾ സകല സത്യത്തിലും വഴി നടത്തും. പരിശുദ്ധാത്മാവ് സത്യ ദൈവമാണ്. തീത്തോസിന്റെ ലേഖനം
1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം എന്നെ ഫലമേൽപ്പിച്ച പ്രസംഗത്താൽ തക്ക സമയത്ത് തന്റെ വചനം വെളിപ്പെടുത്തിയ ഭോഷ്കില്ലാത്ത ദൈവം സകല കാലത്തിനു മുമ്പേ വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശ ഹേതുവായി. ഭോഷ്ക് ഇല്ലാത്ത ദൈവം എന്ന് പറഞ്ഞാൽ സത്യമായ ദൈവം, സത്യമായ ദൈവം, കാലാകാലങ്ങളനുസരിച്ച് മാറ്റി മാറ്റി പറയുന്ന ദൈവമല്ല. എനിക്കതൊരു അബദ്ധം പറ്റിപ്പോയി എന്ന് പറയുന്ന ദൈവമല്ല. ഭോഷ്കില്ലാത്ത ദൈവം, സത്യവാനായ ദൈവം, ആ ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ ആളത്ത ഗുണങ്ങളോടനുസരിച്ചുള്ള അടുത്ത ദൈവത്തിന്റെ ദിവ്യത്വ ഗുണങ്ങളെക്കുറിച്ചുള്ള അവസാനത്തെ അഥവാ 10-ാമത്തെ കാര്യം കൂടി നമുക്ക് ചിന്തിക്കാം ഈ സന്ദേശം. എന്നിട്ട് നമുക്ക് ഇവിടെ പൂർത്തീകരിക്കാം. ദൈവം പരിശുദ്ധനാണ്, അഥവാ പരിശുദ്ധനായ ദൈവം. ദൈവത്തിൽ പാപമില്ല. പാപമുള്ള ഒന്നിനെയും ദൈവമെന്ന് പറയുവാൻ നമുക്ക് കഴിയത്തില്ല. യഹോവയെ പോലെ പരിശുദ്ധനില്ല എന്ന് 1 ശമൂവേൽ 2:2 നമ്മൾ കാണുക. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യം. യഹോവയെ പോലെ പരിശുദ്ധനില്ല, നീ അല്ലാതെ ഒരുത്തരുമില്ലല്ലോ. നമ്മുടെ ദൈവത്തെ പോലെ ഒരു പാറയുമില്ല. പ്രൈസ് ദി ലോർഡ്. യഹോവയെ പോലെ പരിശുദ്ധനില്ല, നീ അല്ലാതെ ഒരുത്തനുമില്ല. നമ്മുടെ ദൈവത്തെ പോലെ ഒരു പാറയുമില്ല. വളരെ പ്രാഗൽഭ്യത്തോടെ പറയുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇങ്ങനെ പ്രാഗൽഭ്യത്തോടെ പറയാൻ കഴിയുമോ? എന്റെ ദൈവത്തെ പോലെ പരിശുദ്ധനായ ദൈവമില്ല. ഞാനങ്ങേ സ്തുതിക്കുന്നു കർത്താവേ, ഞാനങ്ങേ ആരാധിക്കുന്നു കർത്താവേ, നീ അല്ലാതെ ഒരുത്തനുമില്ല. നമ്മുടെ ദൈവത്തെ പോലെ ഒരു പാറയുമില്ല എന്ന് കർത്താവിന്റെ വചനം നമ്മളെ ഉറപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 57-ാം അധ്യായം 15-ാം വാക്യം. യെശയ്യാവ് 57:15. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. പരിശുദ്ധനായ ദൈവം. യെശയ്യാപ്രവാചകന്റെ 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാർത്തു പറയുക. സുറാഫുകളിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുക. യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാർത്തു പറഞ്ഞു. വെളിപ്പാട് 15:4. കർത്താവേ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും? നീയല്ലോ ഏക പരിശുദ്ധൻ. വെളിപ്പാട് പുസ്തകം 15:4. നീയല്ലോ ഏക പരിശുദ്ധൻ, വേറെ ഒരു പരിശുദ്ധനുമില്ല. ഇവിടെ അങ്ങോട്ട് തിരിയുമ്പോൾ പരിശുദ്ധൻ, ഇങ്ങോട്ട് തിരിയുമ്പോൾ പരിശുദ്ധൻ. അങ്ങനെയൊന്നും പരിശുദ്ധന്മാരില്ല. വിശുദ്ധന്മാരെ മനുഷ്യരാക്കി വെക്കുന്ന വിശുദ്ധന്മാർ ആരും വിശുദ്ധന്മാരല്ല. ഏക പരിശുദ്ധൻ ദൈവമാണ് എന്ന് പറയുക. ഏക പരിശുദ്ധൻ ദൈവം മാത്രമാണ്. പാപത്തിന് സമ്മതപത്രം എഴുതിത്തരുന്ന ഒരു ദൈവവും ദൈവമല്ലെന്ന്. ഹല്ലേലൂയ. അപ്പൊ പിന്നെ പാപത്തിനായി പ്രേരിപ്പിക്കുന്ന മതമോ, പാപമാരാധനയുടെ ഭാഗമായിരിക്കുന്ന മതമോ, പാപം ചെയ്യാൻ, മ്ലേച്ഛത ചെയ്യാൻ, അശുദ്ധി ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മതമോ, അക്രമത്തിന് പ്രേരിപ്പിക്കുന്ന മതമോ, അതൊന്നും ദൈവികമായ മതമല്ല. അതെല്ലാം പൈശാചികമായ മതങ്ങളത്രേ. അല്ലെങ്കിൽ തന്നെ ദൈവം ഏതെങ്കിലും മതത്തിനകത്ത് ഒതുങ്ങുന്നവനാണോ? പ്രൈസ് ദി ലോർഡ്. അവൻ പരിശുദ്ധനായ 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 ദൈവമാണ്. ദിവ്യഗുണങ്ങൾ അതിൻ്റെ പൂർണ്ണതയിലും എല്ലാ കാലത്തും ദൈവത്തിന് മാത്രമേ ഉള്ളൂ. പൂർവകാല നിത്യതയിലും വർത്തമാനകാലത്തും ഭാവി കാലത്തും അവ ദൈവത്തിന് മാത്രമേ അതിൻ്റെ പൂർണ്ണതയിൽ അവകാശപ്പെടാൻ കഴിയൂ. എന്നാൽ അതിൽ ജ്ഞാനവും ശക്തിയും വിശുദ്ധിയും ഒക്കെ ഒരു പരിധിവരെ ദൈവം മനുഷ്യനും പകർന്നു വന്നിട്ടുണ്ട്. എന്നാൽ നിത്യസ്വർഗത്തിലെത്തിയാൽ പോലും
നമുക്ക് സർവജ്ഞാനവും സർവവ്യാപിത്വവും സർവശക്തിയും ശൂന്യതയിൽ നിന്നും എന്തെങ്കിലും സൃഷ്ടിക്കുന്ന ശക്തിയും ഒന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതെല്ലാം എല്ലാ കാലത്തിലും ദൈവത്തിന് മാത്രം ഉള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ഗുണസവിശേഷതകൾ മൂന്നായിട്ട് തിരിച്ച് നമ്മൾ പഠിക്കുകയായിരുന്നതിൽ ദൈവത്തിന് മാത്രമുള്ള ഗുണങ്ങളായ ദിവ്യത്വ ഗുണങ്ങൾ നമ്മൾ പഠിച്ചു. 10ഓളം കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനിടയായി. ഇനിയും ദൈവം മുഴുവനും ഗുണവാനാണ്. ദൈവത്തിൻ്റെ ദിവ്യത്വ ഗുണങ്ങൾ വർണ്ണിച്ചാൽ നമുക്ക് തീരുമോ? എന്നാൽ പ്രാഥമികമായിട്ട് ഇത്രവും നമുക്ക് ദൈവം മനസ്സിലാക്കി തന്നു. കർത്താവ് അതിനായിട്ട് നമ്മളെ സഹായിച്ചു. നന്ദിയോടെ കർത്താവിന് സ്തോത്രം. വീണ്ടും കാണും വരെയും കർത്താവിന് ചെറിയ കീഴിൽ കർത്താവ് നമ്മളെ ഏവരെയും മറയ്ക്കുമാറാകട്ടെ. ഇന്നും ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് നമ്മളെ സഹായിച്ച വലിയ കൃപയ്ക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. വീണ്ടും കാണും വരെ കർത്താവിന് ചെറുകടിയിൽ നമുക്ക് അഭയം പ്രാപിക്കാം. ദൈവം നിങ്ങളെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.